സ്വാമിയെ ശരണമയ്യപ്പ. മകരസംക്രമം ആഘോഷിക്കുകയാണ് ഭാരതം. ശബരിമല സന്നിധാനം എല്ലാ അർത്ഥത്തിലും മകരസംക്രമ പൂജയ്ക്കും ശേഷം നടക്കുന്ന ദീപാരാധനയ്ക്കുമുള്ള തയ്യാറെടുപ്പിലാണ്. ഇപ്പോൾ 18-ാം പടിയുടെ ദൃശ്യങ്ങൾ കാണാം. 18-ാം പടി പൂർണ്ണമായി തന്നെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. കാരണം ഇപ്പോൾ നട തുറന്നു കഴിഞ്ഞാൽ പിന്നീട് മകരസംക്രമ പൂജയാണ്. ഈ മണ്ഡല മകരവിളക്ക് കാലത്തെ ഏറ്റവും സവിശേഷമായ പൂജകളിൽ ഒന്നാണ് മകരസംക്രമ പൂജ. മേടമാസം മുതൽ മീനമാസം വരെയുള്ള 12 മാസങ്ങൾക്കിടയിൽ 12 തവണ വിവിധ കാലങ്ങളിലേക്ക് സഞ്ചരിക്കുകയാണ്. അതിൽ ധനുരാശിയിൽ നിന്നും മകരരാശിയിലേക്കുള്ള സൂര്യൻ്റെ സ്ഥാനമാറ്റമാണ് മകരസംക്രമ ദിനമായി ഭാരതം ആഘോഷിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ശബരിമല ക്ഷേത്രവും ഇവിടെ നടക്കുന്ന വളരെ വിശേഷപ്പെട്ട പൂജകളും വൈകുന്നേരം നടക്കുന്ന തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയും പൊന്നമ്പലമേട്ടിലെ ആരതിയുമൊക്കെയാണ് കേരളത്തെ സംബന്ധിച്ച് മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും വിശേഷപ്പെട്ട ചടങ്ങുകൾ. നേരെ നമ്മൾ ഉത്തര ഭാരതത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ കിച്ചിരി അഥവാ മാഘമേള എന്ന പേരുകളിൽ വലിയ പരിപാടികൾ സംഘടിപ്പിക്കപ്പെടുന്നുണ്ട്. ഗംഗയും യമുനയുമൊക്കെ പോലെയുള്ള ഭാരതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുണ്യനദികൾക്ക് ഇന്ന് സ്നാന ദിവസമാണ്. ബംഗാളിൽ ഭഗീരഥ സ്മരണകൾ ഉണർത്തി ഗംഗാസാഗരത്തിൽ പൂർവ്വ പിതാക്കന്മാർക്ക് പിതൃതർപ്പണം നടത്തുന്നതാണ് മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു ചടങ്ങ്. ദക്ഷിണ ഭാരതത്തിലെ തമിഴ്നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏവർക്കും അറിയാവുന്നതുപോലെ പൊങ്കൽ എന്ന വലിയ മഹോത്സവമാണ് മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അങ്ങനെ ഭാരതത്തിൻ്റെ ഓരോ ഭൂപ്രദേശം നോക്കിക്കഴിഞ്ഞാൽ അത് ദക്ഷിണ ഭാരതമാകട്ടെ, ഉത്തര ഭാരതമാകട്ടെ, മധ്യഭാരതമാകട്ടെ, വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത രൂപത്തിലാണെങ്കിലും മകരസംക്രാന്തിയുമായി ബന്ധപ്പെട്ട് വിപുലമായ ആചരണങ്ങൾ അത് നടക്കുന്നു എന്നത് ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതുണ്ട്. അതിൽ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മകരവിളക്ക് മഹോത്സവം ഏറെ ശ്രദ്ധേയമാകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ശബരിമല സന്നിധാനത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്. പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ശബരിമല സോപാനവും അതോടൊപ്പം തന്നെ സന്നിധാനവും കൊടിമരവുമൊക്കെ. ദൃശ്യങ്ങളിൽ ധ്വജസ്തംഭം കാണാൻ കഴിയുന്നുണ്ട്. 2017 ജൂലൈ മാസം 25-ാം തീയതിയാണ് നമ്മൾ ഈ ദൃശ്യത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പുതിയ കൊടിമരം പ്രതിഷ്ഠിക്കുന്നത്. അതിന് മുൻപുണ്ടായിരുന്ന കൊടിമരം ഏതാണ്ട് അരനൂറ്റാണ്ട് കാലം നിലനിന്നിരുന്ന കൊടിമരം ദേവപ്രശ്നത്തിൽ ആ കൊടിമരത്തിന് ചില ദോഷങ്ങളുണ്ട് എന്ന മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ പുതിയ ധ്വജസ്തംഭം വേണം എന്ന നിലയിലേക്ക് ദേവപ്രശ്നത്തിൽ ആശയങ്ങൾ ഉയർന്നു. അതേ തുടർന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്നും തേക്ക് തടി കൊണ്ടുവന്ന് പിന്നീട് പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപത്ത് എണ്ണത്തോണിയിൽ മാസങ്ങളോളം ഇട്ട ശേഷം 2017 ജൂലൈ മാസം 25-ന് കണ്ഠരര് രാജീവർ തന്ത്രിയുടെ നേതൃത്വത്തിൽ ശബരിമല പുതിയ കൊടിമരം നിർമ്മിച്ചത്. ഏതാണ്ട് 500 വർഷക്കാലം ഈ കൊടിമരം നിലനിൽക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്കറിയാം, തന്ത്രമടിസ്ഥാനത്തിലുള്ള ക്ഷേത്രങ്ങൾ, പ്രത്യേകിച്ച് ദക്ഷിണ ഭാരതത്തിലെ, അത് എടുത്തു പറയുകയാണെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിലാണ് ധ്വജസ്തംഭങ്ങൾ നമ്മൾ കണ്ടുവരുന്നത്. കാരണം പ്രതിഷ്ഠാ മഹോത്സവങ്ങൾ നടക്കുന്നത് തന്ത്രമടിസ്ഥാനമാക്കിയുള്ള പൂജ നടക്കുന്ന ക്ഷേത്രങ്ങളിലാണ്. അതിനാൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും ഒക്കെ ക്ഷേത്രങ്ങളിൽ മാത്രമേ നമുക്ക് ഈ ധ്വജസ്തംഭങ്ങൾ കാര്യമായി കാണാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ശബരിമലയിലെ ഈ കൊടിമരത്തിൻ്റെ ചരിത്രമാണ് നേരത്തെ സൂചിപ്പിച്ചത്. മുൻപുണ്ടായിരുന്ന കൊടിമരം കോൺക്രീറ്റ് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. അതിൽ ചില കേടുപാടുകളുണ്ടെന്നും അതിൽ ചില ദോഷങ്ങളുണ്ടെന്നും ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ 2017 പുതിയതായി നിർമ്മിച്ച ആ കൊടിമരത്തിൻ്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒപ്പം ശബരിമല സോപാനം സന്നിധാനം ഇപ്പോൾ 18-ാം പടി വെള്ളമൊഴിച്ച് ഒരിക്കൽ കൂടി ആ 18-ാം പടി ശുദ്ധമാക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കാണാം. അല്പസമയം മുൻപ് വരെ ധാരാളം ഭക്തർ ആ പടി കടന്ന് സോപാനത്തേക്ക് എത്തി അയ്യപ്പ ദർശനം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ നടയടച്ച് നട തുറക്കുന്ന വേളയിൽ തന്നെ മകരസംക്രമ പൂജയാണ്. വളരെ വിശേഷാൽപ്പെട്ട ചടങ്ങാണ്. ആ ചടങ്ങിന് മുന്നോടിയായും അതോടൊപ്പം തന്നെ ഈ 3 പേടകങ്ങൾ ശബരിമല സന്നിധാനം ലക്ഷ്യമാക്കി വരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേടകം, മുന്നിൽ വരുന്ന പേടകം ഈ 18 പടികൾ കടന്ന് സോപാനത്തേക്ക് എത്തുന്നുണ്ട്. അതിന് മുൻപായി പൊന്നു 18-ാം പടി ഇപ്പോൾ
വെള്ളമൊഴിച്ച് ശുദ്ധീകരിക്കുകയാണ്. ഒപ്പം സോപാനത്തും അവസാനഘട്ട മിനുക്കുപണികൾ പോലീസ് അയ്യപ്പന്മാരുടെയും അതോടൊപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെയും ഒക്കെ അയ്യപ്പ ഭക്തരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് മകരസംക്രമ പൂജയ്ക്ക് മുന്നോടിയായുള്ള ചടങ്ങുകൾ ശബരിമല സോപാനത്ത് ആരംഭിച്ചിരിക്കുന്നു. വളരെ വിശേഷാൽപ്പെട്ട വ്യക്തികൾ വന്ന് ഈ മകരജ്യോതി ദർശനം കാണുന്ന സ്ഥലം കൂടിയാണ് സോപാനം. അപ്പോൾ അവിടെ അവസാനഘട്ട മിനുക്കുപണികൾ നടക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മാസം 30-ാം തീയതിയാണ് ശബരിമല നട തുറന്നത്. കഴിഞ്ഞ വൃശ്ചിക മാസത്തിൽ മണ്ഡലകാലം പൂർത്തീകരിച്ചതിന് ശേഷം പിന്നീട് 3 ദിവസം നടയടച്ചിട്ട് ഡിസംബർ 30-ന് വൈകുന്നേരം നട തുറക്കുകയായിരുന്നു. മകരവിളക്ക് മഹോത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകൾ അത് 11-ാം തീയതിയുള്ള എരുമേലി പേട്ടതുള്ളൽ മുതൽ ഇങ്ങോട്ട് ഓരോന്നായി നമുക്ക് പരിശോധിക്കാം. അതിന് മുൻപ് അരുൺ കൊടുങ്ങൂരിലേക്ക് ഒരിക്കൽ കൂടി പോകുകയാണ്. അരുൺ കൊടുങ്ങൂരും മിഥുൻ മുരളിയും ശബരിമല സോപാനത്താണ് ഉള്ളത്. ഇപ്പോൾ ശബരിമല നട തുറക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയുന്നു. നട തുറന്നാൽ പിന്നീട് മകരസംക്രമ പൂജ നടക്കാൻ പോകുകയാണ്. അരുൺ കൊടുങ്ങൂർ അവിടെ നിന്നും ചേരുകയാണ്. അരുൺ, ഈ ദൃശ്യങ്ങളിൽ നട തുറക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്, പറയൂ. ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ നീക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ഒരു ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്. ആ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. ഇനി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ദിവ്യമായ നിമിഷം, ഏറ്റവും പുണ്യപരിപാവനമായിട്ടുള്ള നിമിഷത്തിലേക്ക് കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിശിഷ്ടമായിട്ടുള്ള ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം കടക്കുന്നു. മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് മകരസംക്രമ പൂജയിലേക്ക് കടക്കുകയാണ്. നട തുറന്നിരിക്കുന്നു. മനോഹരമായ ആ അന്തരീക്ഷത്തിൽ ഭക്തി നിർഭരമായി ഭക്തിയുടെ പാരമ്പര്യത്തിലേക്ക് ശബരിമല സന്നിധാനത്തെ ഒന്നാക്കി എത്തിച്ചുകൊണ്ട് ആ നട തുറക്കുകയാണ്. ഇനിയുള്ള ഏറ്റവും വിശിഷ്ടമായ ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും പരിപാവനമായ ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം ഒന്നാകെ പോവുകയാണ്. മകരസംക്രമ പൂജ അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ ശബരിമല സന്നിധാനത്ത് തുടങ്ങുകയാണ്. ഇനി ഭക്തരെ കടത്തിവിടുന്ന ഒരു നടപടിയിലേക്കൊക്കെ തന്നെ പോകും. വരുന്ന വഴികളിലൊക്കെ തന്നെ തിരുവാഭരണം വരുന്ന വഴികളിലും ശബരിമലയുടെ സന്നിധാനത്തിന്റെ അനുബന്ധ മേഖലകളിലൊക്കെ തന്നെ ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ മകരസംക്രമ പൂജയ്ക്കും അതോടൊപ്പം തന്നെ തിരുവാഭരണം ചാർത്തിയുള്ള ആ ദീപാരാധനയ്ക്കും. തിരുവാഭരണം വരുന്ന വഴികളിലുമൊക്കെ തന്നെ ഭക്തസഹസ്രങ്ങൾ ഇങ്ങനെ ഭഗവാൻ എന്നുള്ള ഒറ്റ മന്ത്രത്തോടെ, ഭഗവാൻ എന്നുള്ള ഒറ്റ വിശ്വാസത്തോടെ ഈ പരമപവിത്രമായ ഈ മണ്ണിൽ അയ്യന്റെ പൂങ്കാവനത്തിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പിന്റെ നിമിഷങ്ങൾ എണ്ണിയുള്ള, മണിക്കൂറുകൾ എണ്ണിയുള്ള ഭക്തരുടെ ആ കാത്തിരിപ്പ് പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ ഒരു വർഷമായി ഭക്തർ കാത്തിരിക്കുന്ന ഒരു പുണ്യ നിമിഷം, ആ പുണ്യ നിമിഷത്തിന്റെ പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. ശബരിമല സന്നിധാനം നട തുറന്നുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഏറ്റവും വിശിഷ്ടമായിട്ടുള്ള ചടങ്ങുകളിലേക്ക് കടക്കുന്നു. ഇനി തിരുവാഭരണ പാതയിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് 5:20 ശബരിപീഠത്തിലെത്തും. പിന്നീട് 5:30 ശരംകുത്തിയിലെത്തും. ശരംകുത്തിയിൽ പ്രത്യേക സ്വീകരണം. പിന്നീട് 6 മണിയോടുകൂടി സന്നിധാനത്ത് എത്തുമ്പോൾ അയ്യപ്പന്റെ തിരുവാഭരണ ഘോഷയാത്ര വണങ്ങുന്നതിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ, മണിക്കൂറുകൾ നിമിഷങ്ങളാക്കി കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങൾ അവർക്കെല്ലാം നടുവിലൂടെ ശരണമന്ത്രം മുഖരിതമായി തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തേക്ക് എത്തുമ്പോൾ, സോപാനത്തിന് സമീപത്തേക്ക് എത്തുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി തിരുവാഭരണ പേടകത്തിൽ നിന്നും ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് ശബരിമല സന്നിധാനം പോവുകയാണ്. ഈ 2:50 ശേഷമാണ് ഈ സംക്രമ പൂജ ശബരിമലയിൽ നടക്കുക. അതിനായുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നേരത്തെ നടന്നിരുന്നു. എന്തായാലും ആ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യമാണ് ഭഗവാന്റെ പൊന്നു സന്നിധാനത്ത് നിന്നും ഇപ്പോൾ കണ്ടുകൊണ്ട് ഇരിക്കുന്നത്. ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ് കവടിയാർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന ആ നെയ്യ് ഭഗവാന് അഭിഷേകം ചെയ്യുക. ഈ ഒരു നിമിഷത്തിൽ ഭഗവാൻ അഭിഷേകം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വിശിഷ്ടമായ ചടങ്ങ്. അതിനായുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് ശബരിമല സന്നിധാനം ഒന്നാകെ ഉള്ളത്. എന്തായാലും സംക്രമ പൂജ ശബരിമല സന്നിധാനത്ത് നടക്കുന്നു. ശബരിമലയെ ഒന്നാകെ, അയ്യന്റെ പൂങ്കാവനത്തെ ഒന്നാകെ ഭക്തിസാന്ദ്രമാക്കിക്കൊണ്ട് ഭഗവാന്റെ തിരുനട അല്പസമയങ്ങൾക്ക് മുമ്പാണ് തുറന്നത്.
എല്ലാ ഇടങ്ങളിലും ആ ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷം, എല്ലാ ഇടങ്ങളിലും ഭഗവാന്റെ മന്ത്രങ്ങൾ മാത്രം, എല്ലാ ഇടങ്ങളിലും ശരണമന്ത്രങ്ങൾ മാത്രം നിറയുന്ന ആ പരമപവിത്രമായ ആ ഒരു നിമിഷത്തിലേക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഉൾപ്പെടെ ദേവസ്വത്തിലെ ഉദ്യോഗസ്ഥരുൾപ്പെടെ എല്ലാവരും ഈ സന്നിധാനത്തേക്ക് ഭഗവാന്റെ തിരുമുന്നിലേക്ക് ആ പ്രധാനപ്പെട്ട ചടങ്ങിനായി, ആ വിശിഷ്ടമായ ചടങ്ങിനായി ആ ഭഗവാന്റെ തിരുമുന്നിലേക്ക് എത്തുകയാണ്. ആ ചടങ്ങിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആ സംക്രമ പൂജയ്ക്കായുള്ള ആ കാത്തിരിപ്പിലാണ് ഭക്തസഹസ്രങ്ങൾ ഈ ഒരു മണ്ണിൽ ഭഗവാന്റെ തിരുമുന്നിൽ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നത്. ഇതിനെ ഈ ഒരു നിമിഷം ഇവിടെ നിൽക്കാൻ കഴിയുക, ഈ ഒരു നിമിഷം ഭക്തന്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറയുന്നത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം ജീവിത അഭിലാഷമാണ്, മുൻജന്മ പുണ്യമാണ്, ജീവിത അഭിവൃദ്ധി, ആത്മസംതൃപ്തി നൽകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഈ ലക്ഷോപലക്ഷം ഭക്തജനങ്ങൾ സന്നിധാനത്ത് വിവിധ ഭാഗങ്ങളിൽ, പമ്പ മുതൽ നിലയ്ക്കൽ മുതൽ വിവിധ ഇടങ്ങളിൽ ഈ ഒരു നിമിഷം കാത്തു നിൽക്കുന്നത്. മണിക്കൂറുകൾ പത്തനംതിട്ടയും എരിവേലിയും ഒക്കെ തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ പ്രവാഹമാണ്. സന്നിധാനത്തേക്ക് എത്താനുള്ള ആ ഒരു തിരക്കാണ് ഭക്തർക്കൊക്കെ തന്നെയും ഉള്ളത്. അവിടെയൊക്കെ തന്നെ കർശനമായ നിയന്ത്രണങ്ങളൊക്കെ തന്നെ ഒരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കാരണം അത്ര വലിയ ബാഹുല്യമാണ്. വരുന്ന വഴികളിലൊക്കെ തന്നെ തീർത്ഥാടകരുടെ ഒരു വലിയ ബാഹുല്യം. എരുമേലിയിലൊക്കെ ഭക്തജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ്. വലിയ തിരക്കാണ്. സന്നിധാനത്തേക്ക് ഭക്തരെ കടത്തിവിടുന്നത് കൊണ്ട്, നിയന്ത്രണം ഉള്ളത് കൊണ്ട് തന്നെ ഇടത്താവളകളിലും മറ്റ് അനുബന്ധ മേഖലകളിലും ഒക്കെയാണ് ഭക്തരുടെ വലിയ തിരക്ക് ഈ ഒരു ദിവസം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുണ്യകരമായിട്ടുള്ള നിമിഷത്തിലേക്ക്, ഭക്തിയുടെ പരിമിതിയിലേക്ക് സന്നിധാനം എത്തുന്ന ആ നിമിഷങ്ങളിലേക്ക് സന്നിധാനം മാറുകയാണ്. ഇനിയുള്ള ആ നിമിഷങ്ങൾ എണ്ണി, മണിക്കൂറുകൾ എണ്ണി കാത്തു നിൽക്കുന്ന ഭക്തരെ